എല്ലാവർക്കും SR കറി വീട്ടിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ ഡിഷ് ചെമ്മീൻ ഫ്രൈ. ഞാനിവിടെ ഫ്രൈ ചെയ്യാനായി എടുത്തിരിക്കുന്നത് 1 കിലോ ചെമ്മീനാണ്. അത് നമുക്ക് ക്ലീൻ ചെയ്താലോ. ഇവനെ നമ്മൾ ക്ലീൻ ആക്കിയിട്ടാ. ഇവനെ ക്ലീൻ ആക്കുമ്പോൾ ഇവൻ്റെ തലയും വാലും ഇങ്ങനെ വെച്ച് കൊടുക്കണം. എന്നാലേ ഇവനെ നിവർന്ന് കിട്ടുള്ളൂ. ഇനി ഇവനെ ഒന്നുകൂടി ലെവലാക്കി എടുക്കാണ്ട് കേട്ടോ. അതിനായി ഇഞ്ചിയും വെളുത്തുള്ളി പേസ്റ്റ് 1 ടീസ്പൂണ്, 1.5 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ പെരിഞ്ചീരകപ്പൊടി, 1 ടീസ്പൂൺ കുരുമുളക് പൊടി, 1 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി, 1 ടീസ്പൂൺ കോൺഫ്ലവർ, 1/2 ടീസ്പൂൺ അരിപ്പൊടി, 1 കയ്യിൽ വിനീഗർ, പാകത്തിന് ഉപ്പ് എല്ലാം കൂടി നന്നായി കുഴച്ച് യോജിപ്പിച്ച് നമുക്ക് നല്ലൊരു കുട്ടപ്പന പരുവത്തിലാക്കി എടുക്കാം. നന്നായി കുഴച്ച് ഇങ്ങനെ അരമണിക്കൂർ വയ്ക്കുക. അരമണിക്കൂർ വെച്ചതിന് ശേഷം വീണ്ടും പണിയുണ്ടിട്ടാണ് നമുക്ക്. ഇവനെ നിവർത്തണ്ടേ. ഇവനെ നിവർത്തിയെടുക്കാനായിട്ട് നമുക്ക് ഇതേപോലത്തെ ടൂത്ത് പിക്ക് കിട്ടും. അത് എടുക്കുക. എന്നിട്ട് ഈ മീനെടുത്ത് അതിൻ്റെ തലയുടെ ഉള്ളിൽ കൂടെ ഈ സ്റ്റിക്ക് കയറ്റി വാലിൻ്റെ അതുവരയ്ക്ക് കൊണ്ടുവരിക. അപ്പം അത് നിവർന്നിരിക്കും. കണ്ട, അപ്പം അവന് നീർന്ന് നിൽക്കണ കണ്ടില്ലേ. ഇതുപോലെ ഓരോന്നും ചെയ്ത് ഒന്നുമൊന്ന് തൊടാത്ത വിധത്തിൽ പ്ലേറ്റിൽ ഇങ്ങനെ നിരത്തി വെക്കണം. കണ്ട, ഇതേപോലെ വെക്കണം. ഇതേപോലെ നിങ്ങൾക്ക് ഫ്രീസറിൽ 2 മണിക്കൂർ വെച്ച് കഴിഞ്ഞാൽ ഇത് ഫ്രീസായതിന് ശേഷം ഒരു സിപ്പ് ലോക്ക് കവറിലിട്ടിട്ട് സ്റ്റോർ ചെയ്ത് വെക്കാവുന്നതാണ്. അപ്പോൾ നമുക്ക് ആവശ്യത്തിന് കുട്ടികൾക്കോ ഹസ്ബൻഡിനോ ഓഫീസിലേക്കോ എവിടേക്കെങ്കിലുമൊക്കെ പോകുമ്പോൾ നമുക്ക് ഇതിന്ന് രണ്ടെണ്ണം എടുത്തിട്ട് പൊരിച്ച് കൊടുക്കാൻ പറ്റും. അപ്പോൾ ഇത് നിവർന്നിരിക്കുകയും ചെയ്യും, ഒരു കുഴപ്പവും ഇല്ല. കാണാനും നല്ല ഭംഗിയാണ്. ഇത് പ്ലേറ്റിലാക്കി നമ്മൾ മേശപ്പുറത്ത് കൊണ്ടുവയ്ക്കുമ്പോൾ നല്ല രസമല്ലേ. ഇതിങ്ങനെ നിവർന്നിരിക്കുന്നത് കാണുമ്പോൾ തന്നെ. ഇത് ചട്ടി അടുപ്പത്ത് വെച്ച് നല്ലോണം വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ഇത് മുങ്ങി പൊരിച്ചെടുക്കണം കേട്ടോ. ഇത് നല്ലവണ്ണം മുങ്ങി പൊരിച്ചെടുത്തെങ്കിലേ ഇത് നല്ല ക്രിസ്പി ആയിട്ടും നല്ല ഇതിൽ കിട്ടുള്ളൂ. വെളിച്ചെണ്ണയിലേക്ക് ഇടുമ്പോഴും നിങ്ങൾ ഒരു മീൻമ മുട്ടാത്ത തരത്തിൽ വേണം ഇതിനെ ഇടാൻ. ഇതിൻ്റെ ഇരുത്തുനിന്ന് പോവുക ഒന്നും ചെയ്യരുത് കേട്ടോ. അപ്പോൾ അത് നമുക്ക് പണി തരും. കാരണം അതപ്പോൾ കരിഞ്ച പരുവായി തീരും. അപ്പോൾ അതിൻ്റെ ഇരുത്തുനിന്ന് പോവാണ്ട് ഹൈ ഫ്ലെയിമിലിട്ടിട്ട് വേണം നമുക്കിത് പൊരിച്ചെടുക്കാൻ. അപ്പോൾ തന്നെ ഇത് നല്ല ടേസ്റ്റുമാണ്, നല്ല കാണാനും ഭംഗിയാണ്. ഇതെല്ലാവർക്കും ഇഷ്ടമാവും. ഇതൊന്ന് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കൂ. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ആ ബെല്ലൈക്കനൊന്ന് പ്രസ് ചെയ്യുക. അപ്പോൾ ഞാനിടുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് കിട്ടും കേട്ടോ. ഓക്കെ, സീ യു.